ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇക്കയുടെ വീട്ടിലേക്ക് വന്നതാണ്. ഇത്തയും കുട്ടികൾ നാട്ടിലോട്ട് പോകുന്നത് മുമ്പ് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇക്കഥ എല്ലാവർക്കും പായസമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇക്ക മാത്രമല്ല, നമ്മുടെ അസക്കുട്ടിയും പായസം കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കേ, കുറച്ചധികം ഫാമിലീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. ഇതാ നോക്കേ, അവസാനത്തെ ആളും എത്തി. അങ്ങനെ എല്ലാവരും എത്തി. ഇതാണ് ബോസി ആൻറ്റി, ഇത് അഭിലാഷ് ചേട്ടൻ്റെ വൈഫും കുട്ടികളുമാണ്, കുഞ്ഞാറ്റയും കുഞ്ഞാവയും. ഇത് കിച്ചണിലോട്ടൊന്ന് നോക്കിയപ്പം ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാം ആക്കി കഴിഞ്ഞു. ഇത് ചാള വറുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ ഏത് മീനാണെന്നറിയാൻ വയ്യ. ഇതാണ് ഇത്തയുടെ സ്പെഷ്യൽ കാരമൽ പുഡിങ് ഇന്നത്തെ. ഇത് കഴിക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ്, കുട്ടികളും കേട്ടോ. അങ്ങനെ പായസം പകുതിയായി. കാരണം ഞങ്ങളെല്ലാവരും വന്നപ്പോഴേ പായസമാണല്ലോ കുടിച്ചത്. ആസ് യൂഷ്വൽ ഇത്ത മാത്രമല്ല, ഇക്കയും കുട്ടികളും എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇക്കയുടെ ഒരു വെജിറ്റബിൾ കുറുമയുണ്ട്, അത് കഴിയാറായി. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കാരമൽ പുഡിങ് സെറ്റായോ നോക്കുകയാണ് ഓപ്പൺ ചെയ്ത്. അത് ആയിട്ടില്ല, അതുകൊണ്ട് ഇക്ക പറഞ്ഞു ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങളത് മാറ്റി വെച്ചു. പക്ഷേ കുട്ടികൾക്ക് എക്സൈറ്റഡ് കാരണം പതുക്കെ പോയി തുറന്ന് നോക്കിയതാണ്. ഇതാ കിടക്കുന്നു നമ്മുടെ സ്പെഷ്യൽ കാരമൽ പുഡിങ്. നമ്മുടെ ഫുഡ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ബിരിയാണി റൈസ്, പിന്നെ നമുക്കൊരു സ്പെഷ്യൽ മലബാർ കോക്കനട്ട് റൈസ് ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ബീഫ് വരട്ടിയത്, പിന്നെ നമ്മുടെ വെജിറ്റബിൾ കുറുമ, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, സ്പെഷ്യലാണ് വെജിറ്റബിൾ കുറുമ. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുണ്ട്. ഈ ചിക്കൻ കണ്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു ചിക്കൻ, എന്ന എല്ലൊക്കെ ചെറിയ എല്ലും കഷ്ണമൊക്കെ ഉള്ള. എനിക്ക് പണ്ട് മുതൽ ഈ ടൈപ്പ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അരിപ്പത്തിരി, പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ, പിന്നെ പപ്പടവും. അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ എല്ലാ ഐറ്റംസ് ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഫുൾ ഐറ്റംസ്. നമുക്ക് അപ്പം കഴിക്കാം. We are making this kind of traditional foods. So this is the beef and this is the Malabar special. Malabar coconut rice, we can say. Yeah, this is especially you guys already know about this. Patili is so Malabar special. Of course, it is traditional food is Malabar. Everything is special food. Hope you guys are understand about the traditional Malabari food. Thank you. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള എല്ലാം സെറ്റായി കഴിഞ്ഞു. ആദ്യം തന്നെ ഇക്ക തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയത്. പിന്നാണ് നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടി പോയത്. ഇതാണ് നമ്മുടെ അഫ്രിൻകുട്ടിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും കാണണമേ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പലവരും പല സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇവിടെ ഒരു ടീം ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്, അടുത്ത റൂമിൽ അടുത്ത ആൾക്കാർ, പിന്നെ ഹോളിൽ, അങ്ങനെ ഉള്ള സ്ഥലത്തെല്ലാം എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം ഞാനും അതിൻ്റെ ഇടയ്ക്ക് 2 അരിപ്പത്തിരിയും, പിന്നെ എനിക്കിഷ്ടപ്പെട്ട സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ കറിയും, പിന്നെ ബീഫും എടുത്തു കേട്ടോ. പിന്നെ സ്പെഷ്യൽ അത് കഴിഞ്ഞിട്ട് കോക്കനട്ട് റൈസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അതും എടുത്തായിരുന്നു, കഴിക്കാത്ത ഐറ്റമാണല്ലോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ എൻ്റെ കഴിയാറായി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും കുഴഞ്ഞു, ഫുഡ് അത്രയും നിറഞ്ഞിട്ടുണ്ട് കഴിച്ച്. അപ്പോഴത്തേക്ക് വരുന്നു നമ്മുടെ കട്ടൻ ചായ. അങ്ങനെ സ്പെഷ്യൽ കട്ടൻ ചായയൊക്കെ കുടിച്ച് അതിൻ്റെ കൂടെ ഡേറ്റ്സൊക്കെ ഉണ്ട്. അങ്ങനെ കട്ടൻ ചായയും ഡേറ്റ്സൊക്കെ കുടിച്ച് എല്ലാവരും ഇരിക്കുമ്പോഴാണ് നമ്മുടെ അഫ്രിൻകുട്ടിയോട് ഒരു പാട്ട് പാടാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ അഫ്രിൻകുട്ടി ഒരു പാട്ട് പാടുന്നുണ്ട്, കാണാം. അങ്ങനെ
അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞപ്പം വീണ്ടും മധുരം സ്വീറ്റ്സ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയും അടിപൊളി ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന ഇക്കയ്ക്കും ഇത്തയ്ക്കും സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അങ്ങനെ എല്ലാവരും പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയാണ്. സമയം നല്ലതായി 10:30 കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പോകാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.